ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ചലനം. ചലനത്തിൻ്റെ കൂടെ വേറെ ടോപ്പിക്കൊന്നും കൂടെ പഠിക്കാറില്ല. ചലനം എന്ന് പറയുന്ന സിംഗിൾ ടോപ്പിക്കാണ്. ഒരു 5ാം ക്ലാസ് ലെവലിലാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച് തുടങ്ങുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. PSCക്ക് ഒറ്റ സെക്ഷനായിട്ട് നമ്മൾ ചലനം പഠിക്കാൻ പോകുന്നത്. എന്താണ് ചലനം അല്ലെങ്കിൽ ചലനം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുവെങ്കിൽ ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു നിൽക്കുന്നു, ഞാൻ വസ്തുവിലേക്ക് ഒരു തള്ള്, ഒരു ബലം പ്രയോഗിക്കുന്നു, ആ വസ്തുവിന് ഒരു സ്ഥാനമാറ്റം ഉണ്ടായി എന്ന് വിചാരിച്ചേക്കുക. ഈ സ്ഥാനമാറ്റത്തിന് വിളിക്കുന്ന പേരാണ് ചലനം എന്ന് പറയുന്നത്. ബലം പ്രയോഗിക്കുന്ന ദിശയിൽ ആ വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നു എങ്കിൽ അതിന് വിളിക്കുന്ന പേര് അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ചലനം എന്നാണ്. ഈ ചലനത്തെക്കുറിച്ച് ഞാൻ ഫിസിക്സിൽ പഠിക്കുന്നുവെങ്കിൽ ആ പഠനശാഖയെ ഞാൻ വിളിക്കേണ്ട പേരാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ചലനം എന്താണെന്ന് പറഞ്ഞു. ഈ ചലനത്തെക്കുറിച്ച് ഫിസിക്സിൽ പഠിക്കുന്നുവെങ്കിൽ ആ പഠനശാഖ വിളിക്കുന്ന പേര് ഡൈനാമിക്സ് എന്നാണ്. ഇനി ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല എന്ന് വിചാരിച്ചേക്കുക. ഒരു വസ്തുവിൻ്റെ സ്ഥാനചലനം ഉണ്ടാകുന്നില്ല എന്ന് വിചാരിച്ചേക്കുക. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കേണ്ട പേര് നിശ്ചലാവസ്ഥയെന്ന്. അറിയാം, ബലം കൊടുക്കുകയാണെങ്കിൽ സ്ഥാനമാറ്റം ഉണ്ടാകും. അതിന് വിളിക്കുന്ന പേര് ചലനം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, എൻ്റെ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് എനിക്ക് സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ ആ അവസ്ഥ വിളിക്കുന്ന പേരാണ് നിശ്ചലാവസ്ഥ. ഈ നിശ്ചലാവസ്ഥയെക്കുറിച്ചും ഫിസിക്സിൽ പഠനശാഖയുണ്ട്. നിശ്ചലാവസ്ഥയെക്കുറിച്ചുള്ള പഠനശാഖ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥയെക്കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക്സ്. ഇനി പറയാൻ പോകുന്നത് വ്യത്യസ്ത തരം ചലനങ്ങളെക്കുറിച്ച്. മേജറായിട്ട് അറിയേണ്ട 2 ബേസിക് ചലനങ്ങളാണ് സമചലനവും അസമചലനവും. സമചലനവും അസമചലനവും. സമചലനം പേരിൽ തന്നെ കിടപ്പുണ്ട്. തുല്യ സമയങ്ങളിൽ തുല്യ ദൂരത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ ഇത്തരം ചലനങ്ങളെ വിളിക്കുന്ന പേരാണ് സമചലനം എന്ന് പറയുന്നത്. ഓരോ 5 സെക്കൻഡിലും ഞാൻ 5 മീറ്റർ 5 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ 10 മീറ്റർ വെച്ച് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇത്തരം ചലനങ്ങളെ വിളിക്കുന്ന പേരാണ് സമചലനം. ആദ്യത്തെ 5 സെക്കൻഡിൽ ഞാനൊരു 10 മീറ്റർ മൂവ് ചെയ്തു. അടുത്ത 5 സെക്കൻഡിൽ ഞാൻ പിന്നെയും ഒരു 10 മീറ്റർ മൂവ് ചെയ്തു. അടുത്ത 5 സെക്കൻഡിൽ ഞാൻ പിന്നെയും ഒരു 10 മീറ്റർ മൂവ് ചെയ്തു. ഇങ്ങനെ ഓരോ തുല്യ ഇടവേളകളിലും ഞാൻ തുല്യ ദൂരമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ചലിക്കുന്നതെങ്കിൽ ഇത്തരം ചലനങ്ങളെ വിളിക്കുന്ന പേര് സമചലനം എന്ന് പറയുന്നു. സമചലനം. ഇനി എന്താണ് അസമചലനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ വിപരീതമാണെന്ന് പറഞ്ഞാൽ മതി. തുല്യ സമയങ്ങളിൽ വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുന്നത് വിചാരിച്ചേക്കുക. ആദ്യത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത 5 സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് ഒരു 20 മീറ്ററാണ്. അടുത്ത 5 സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് ഒരു 5 മീറ്ററാണ്. ഇങ്ങനെ തുല്യ ഇടവേളകളിലും വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അത്തരം ചലനത്തെ വിളിക്കുന്ന പേരാണ് അസമചലനം. എക്സാമിന് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷനാണ് ദോലനം എന്ന് പറയുന്നത്. തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തു അതിൻ്റെ ഇരുവശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നുവെങ്കിൽ ഇത്തരം ചലനത്തെ വിളിക്കുന്ന പേരാണ് ദോലനം. ഇംഗ്ലീഷിലാണെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. ക്ലോക്കിൻ്റെ പെൻഡുലം എടുക്കുക. ഒരു പോയിന്റിൽ അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പോയിന്റിനെ അടിസ്ഥാനമാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇരുവശങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ചലനത്തെ വിളിക്കുന്ന പേരാണ് ദോലനം, ഇംഗ്ലീഷിൽ ഓസിലേഷൻ. വേറെ എക്സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലാടുകയാണെന്ന് വിചാരിച്ചേക്കുക. മുകളിൽ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. ആ പോയിന്റിനെ അടിസ്ഥാനമാക്കി വസ്തു അതിൻ്റെ ഇരുവശങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. ഏതിന് എക്സാമ്പിളായിട്ട് പറയാം? ദോലന ചലനം, ഓസിലേഷൻ മോഷന് എക്സാമ്പിളായിട്ട് പറയാം. ഇതേ പ്രവർത്തനെ ദ്രുതഗതിയിൽ നടക്കുന്നു, വളരെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം എന്ന് പറയുന്നത്. എക്സാമിന് ഒരു ചലനം തന്ന് ഇതേത് തരം ചലനമാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ ഓരോ ചലനം എടുത്ത് ഡിസ്കസ് ചെയ്തില്ല എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, കല്ലിൽ ചരട് കെട്ടി കറക്കുന്നത്. ഒരു കല്ലെടുത്തു ചരട് കെട്ടി കറക്കുകയാണെന്ന് വെച്ചേക്കുക. ഈ ചലനം കറക്റ്റ് വൃത്തപാതയിലൂടെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചലനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു വൃത്തപാതയിൽ ചലിക്കുന്നുവെങ്കിൽ ഇത്തരം ചലനങ്ങളെ നമ്മൾ വിളിക്കേണ്ട പേര് വർത്തുള ചലനം. അടുത്ത് വരുന്നു ഭൂമി സ്വയം കറങ്ങുന്നത്. ഒരു വസ്തു സ്വയം കറങ്ങുകയാണെങ്കിൽ ഇത്തരം ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഭ്രമണം, സ്പിൻ എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഒരു വസ്തു കറങ്ങുന്നത് ആ വസ്തുവിൻ്റെ ഉള്ളിൽ കൂടിയുള്ള അക്ഷത്തെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഒരു വസ്തു അവിടെ നിന്നുകൊണ്ട് കറങ്ങുന്നുവെങ്കിൽ ഇത്തരം ചലനങ്ങൾ വിളിക്കുന്ന പേരാണ് ഭ്രമണ ചലനം എന്ന് പറയുന്നത്.
ഭൂമി സ്വയം കറങ്ങുന്നത് പറഞ്ഞു. കൂടാതെ ഒരു പമ്പരം കറങ്ങുന്നത്, പമ്പരം അവിടെ നിന്നുകൊണ്ട് കറങ്ങുന്നു, അവിടെ നിന്നുകൊണ്ട് വട്ടത്തിൽ കറങ്ങുന്നു. ഇത്തരം ചലനങ്ങൾ വിളിക്കുന്ന പേര് ഭ്രമണം. ഇനിയും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ സ്വയം കറങ്ങുന്നത് ഭ്രമണ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. ഇതും ഒരു കറക്കത്തെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ അവിടെ നിന്നുകൊണ്ടുള്ള കറക്കത്തെക്കുറിച്ചല്ല പറയുന്നത്. പുറത്തൊരു കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി അതിനു ചുറ്റുമാണ് ഈ വസ്തു കറങ്ങുന്നതെങ്കിൽ ഇത്തരം ചലനത്തെ നമുക്ക് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയാം. ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. സൂര്യൻ നടുക്ക് സെൻറ്റർ കിടപ്പുണ്ട്. ആ സൂര്യനെ അടിസ്ഥാനമാക്കി ഭൂമി അതിനു ചുറ്റും കറങ്ങുന്നു. ഇത്തരം ചലനത്തെ, പുറത്തൊരു കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി വസ്തു അതിനു ചുറ്റുമാണ് കറങ്ങുന്നതെങ്കിൽ ഇത്തരം ചലനത്തെ വിളിക്കുന്ന പേരാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് പെൻഡുലത്തിൻ്റെ ചലനം. ഓൾറെഡി നമ്മൾ കണ്ടു. പെൻഡുലത്തിൻ്റെ ചലനം എന്ന് പറയുന്നത് ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനമാണ്. ഒരു കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി പെൻഡുലം അതിൻ്റെ ഇരുവശങ്ങളിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എക്സാമ്പിളായി. അടുത്തത് ദൂരേക്കെറിഞ്ഞ കല്ല്. ഒരു കല്ലെടുത്ത് ഞാൻ മുമ്പോട്ട് എറിയുന്നു. കുറച്ച് നേരം അത് മുമ്പോട്ട് പോകും. അത് കഴിഞ്ഞാൽ അത് നേരെ താഴത്തേക്ക് അങ്ങോട്ട് വീഴുന്നു. വളഞ്ഞ രേഖയിലൂടെയാണ് ആ കല്ല് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചലിക്കുന്നത്. ഇത്തരം ചലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വക്രരേഖ ചലനം. ഡിസ്ക് എറിയുന്നത്. ഒരു ഡിസ്ക് എടുത്ത് മുമ്പോട്ട് എറിഞ്ഞു. അത് കുറച്ച് നേരം മുമ്പോട്ട് പോയിട്ട് താഴത്തേക്ക് വീഴുന്നു. നേരെ പോയി അത് വളഞ്ഞ് വീഴുന്നു. വളഞ്ഞതായതുകൊണ്ട് തന്നെ ഏതിൽ പെടുത്താൻ നമുക്കതിനെ വക്രരേഖ ചലനത്തിൽ പെടുത്താനായി സാധിക്കും. ഒരു അമ്പ് ചെയ്യുന്നത്. ഒരു അമ്പ് ചെയ്തു, കുറച്ച് മുമ്പോട്ട് പോയി അത് നേരെ താഴത്തേക്ക് വീഴുന്നു. ഏതിന് എക്സാമ്പിൾ എടുത്താം? വക്രരേഖ ചലനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രൊജക്ടൈൽ മോഷൻ. ചലനത്തെക്കുറിച്ച് പറഞ്ഞു. സമയം മാറുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചലനം എന്ന് പറഞ്ഞു. ഇനി എ എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് പരിഗണിക്കുക, ബി എന്ന് പറയുന്ന വേറൊരു പോയിൻറ്റും. ഞാൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി. എ എന്ന പോയിന്റ് മുതൽ ബി എന്ന പോയിന്റിലേക്ക് ഞാൻ സഞ്ചരിച്ച ആ പാതയുടെ നീളത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൂരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വസ്തു സഞ്ചരിച്ച പാത, ഇവിടെയാണെങ്കിൽ എ മുതൽ ബി വരെ സഞ്ചരിച്ച ഈ പാതയുടെ നീളത്തെ വിളിക്കുന്ന പേരാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരം 5 അല്ലെങ്കിൽ 10 പറയാൻ സാധിക്കും. ചുമ്മാ നമ്പർ അല്ല പറയാറുള്ളത്, അതിൻ്റെ വാലായിട്ട് യൂണിറ്റ് കൂടി പറയാറുണ്ട്. ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പറയുന്ന യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ നീളത്തെ വിളിച്ച പേര് ദൂരം എന്ന് പറഞ്ഞു. ഈ ദൂരം പറയുന്ന യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല. എ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയുടെ നീളത്തെ വിളിക്കുന്ന പേര് ദൂരം എന്ന് പറഞ്ഞു. ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നേർരേഖ നീളത്തെ, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം. ദൂരമല്ല, ഇത് സ്ഥാനാന്തരം. ദൂരം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റുകൾക്കും ഇടയിൽ ഞാൻ യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയുടെ നീളം. ഇത് ആദ്യ പോയിന്റും അവസാന പോയിന്റും തമ്മിലുള്ള നേർരേഖ ദൂരം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. നേർരേഖ ദൂരത്തെ വിളിക്കുന്ന പേര് സ്ഥാനാന്തരം. ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിക്കുന്ന ദൂരത്തെ വിളിക്കുന്ന പേര്. 1 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എനിക്ക് എത്ര ദൂരം ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു, എത്ര ദൂരം ട്രാവൽ ചെയ്യാൻ സാധിക്കുമോ അത്രയും ദൂരത്തെ ഞാൻ വിളിക്കുന്ന പേരാണ് വേഗത എന്ന് പറയുന്നത്. വേഗത ഡിഫൈൻ ചെയ്തിരിക്കുന്നു യൂണിറ്റ് സമയം. യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 എന്ന അർത്ഥത്തിൽ. 1 സെക്കൻഡോ 1 മിനിറ്റോ 1 മണിക്കൂറോ, ഇങ്ങനെ യൂണിറ്റ് സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കാമോ അത്രയും ദൂരത്തെ വിളിക്കുന്ന പേരാണ് സ്പീഡ് അല്ലെങ്കിൽ വേഗത എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് സമയത്തിൽ സഞ്ചരിക്കുന്ന, ആദ്യം ദൂരമാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറയുന്നു സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റ്. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേര്, യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ വിളിക്കുന്ന പേരാണ് പ്രവേഗം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ത്വരണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദൂരമായി, സ്ഥാനാന്തരമായി, വേഗതയായി, പ്രവേഗമായി, ഇപ്പോൾ ത്വരണവും. അടുത്തത് ആക്കം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മൊമൻറ്റം എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചലിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്
മറ്റൊരു വസ്തുവിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഏൽപ്പിക്കാൻ സാധിക്കുന്ന ആഘാതം അല്ലെങ്കിൽ ഒരു ഇടിയുടെ അളവിനെ വിളിക്കുന്ന പേരാണ് ആക്കം എന്ന് പറയുന്നത്. ഒരു ബസ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചേക്കുക. വേറൊരു വസ്തുവിൽ പോയി ഈ ബസ് അല്ലെങ്കിൽ സൈക്കിൾ ഇടിക്കുന്നു. ആ ഇടിയുടെ അല്ലെങ്കിൽ ആ ആഘാതത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് ആക്കം പറയുന്നത്. ആക്കം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. മാസ് അല്ലെങ്കിൽ പിണ്ഡം, ആ വസ്തു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചേക്കുക. വെലോസിറ്റി അല്ലെങ്കിൽ വേഗതയുണ്ട്. പിണ്ഡത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു. ബസ്സിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് 10 ചുമ്മാ പറയുന്നു 10 അത് ഓടിക്കൊണ്ടിരിക്കുന്ന വേഗത അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ഇടിയുടെ ഒരു വസ്തുവിൽ പോയത് ഇടിച്ചാൽ ആ ഇടിയുടെ അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10 × 50 500 ആയിരിക്കും വസ്തുവിൻ്റെ ആക്കം എന്ന് പറയുന്നത്. ആക്കത്തിൻ്റെ യൂണിറ്റും എക്സാമിന് ചോദിക്കാറുണ്ട്. പിണ്ഡത്തിൻ്റെ യൂണിറ്റ് വരുന്നു കിലോഗ്രാം, പ്രവേഗമാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് ആക്കത്തിൻ്റെ യൂണിറ്റ്. ഒരു ചോദ്യം കൂടി വരുന്നു. നിശ്ചലാവസ്ഥയിൽ പറഞ്ഞു, നിശ്ചലാവസ്ഥ എന്താണെന്ന്. നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം എത്രയാണെന്ന് ചോദിക്കാം. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് m ആയിട്ട് എടുക്കാം. ആ വസ്തുവിൻ്റെ പ്രവേഗം വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയായിരിക്കും? 0 ആയിരിക്കും. മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ 0. മാസ് ഉണ്ട്, വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആക്കം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നിശ്ചല അവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഇടിയുടെ അല്ലെങ്കിൽ ആഘാതത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് 0. അടുത്ത പോയിന്റ്, ജഡത്വത്തെക്കുറിച്ച്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ പാതയിലുള്ള സമാന ചലനത്തിലോ തുടരാനുള്ള പ്രവണതയെ വിളിക്കുന്ന പേരാണ് ജഡത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പെട്ടെന്ന് നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിൽക്കുന്നൊരു വസ്തുവിന്, നിശ്ചല അവസ്ഥയിലൊരു വസ്തുവിന് പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് മാറാൻ പറ്റാത്ത അവസ്ഥ വിളിക്കേണ്ട പേരാണ് ജഡത്വം എന്ന് പറയുന്നത്. ഓടാത്ത ബസ്സിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഞാൻ ബസ് പെട്ടെന്ന് ഓടിത്തുടങ്ങുകയാണെങ്കിലും എനിക്കൊരിക്കലും ബസ്സിൻ്റെ വേഗതയിൽ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ നേരെ ബാക്കോട്ടൊന്ന് വീഴാൻ പോകും. ഇങ്ങനെ ഞാൻ നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചലാവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ബോഡി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ ബാക്കോട്ടായും ഇതിനെനിക്ക് ജഡത്വം എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചേക്കാം. അതേ ബസ്സിൽ തന്നെ ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബസ് ബ്രേക്ക് പിടിച്ച് നിൽക്കുമെങ്കിലും എൻ്റെ ബോഡി ഓൾറെഡി മൂവ് ചെയ്യുന്നതുകൊണ്ട് നിൽക്കാനുള്ള ടെൻഡൻസി കാണിക്കില്ല, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് നിൽക്കാൻ സാധിക്കില്ല. അത് പിന്നെയും മുമ്പോട്ടായും. ഇതിനെയും എനിക്ക് എന്ത് വിളിക്കാം? ജഡത്വം എന്ന് വിളിക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് പെട്ടെന്ന് നിൽക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നിൽക്കുന്നൊരു വസ്തുവിന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വിളിക്കുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, കറങ്ങുന്ന ഫാൻ ഓൾറെഡി ചലനാവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ സ്വിച്ച് ഓഫാക്കി, അതെന്ത് ചെയ്യില്ല? പെട്ടെന്ന് നിൽക്കില്ല. ജഡത്വം ഉള്ളത് കൊണ്ട് തന്നെ അത് പിന്നെയും കുറച്ച് നേരം കറങ്ങി ജഡത്വം കുറഞ്ഞതിന് ശേഷം മാത്രമേ നിശ്ചലാവസ്ഥയിലേക്ക് വരാറുള്ളൂ. ക്യാരം കോയിൻ അട്ടിയായി വെച്ചതിൽ നിന്ന് അടിയിലത്തേത് മാത്രം ഞാൻ അടിച്ചു തെറിപ്പിക്കാറുണ്ട്. ഓൾറെഡി അതെല്ലാം നിശ്ചലാവസ്ഥയിലാണ് ഉള്ളത്. അടിയിലത്തേത് മൂവ് ചെയ്താലും മുകളിലുള്ള കോയിനുകളെല്ലാം തന്നെ നിശ്ചല അവസ്ഥയിൽ തന്നെ തുടരാനായി ശ്രമിക്കും. ഇതുകൊണ്ട് മുകളിലുള്ള കോയിൻ മൂവ് ചെയ്യാതെ നേരെ താഴേക്ക് വന്ന് നിശ്ചലാവസ്ഥയിൽ തുടരും. കറങ്ങുന്ന ഫാൻ ജഡത്വത്തിന് എക്സാമ്പിളാണ്. അടിയിൽ നിന്ന് ക്യാരം കോയിൻ അടിച്ച് തെറിപ്പിക്കാൻ സാധിക്കുന്നത് ഏതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ അതും ജഡത്വത്തിന് എക്സാമ്പിളായിട്ട് പറയാം. ആരാണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയൻസുകാരുടെ മനസ്സിലേക്ക് വരുന്നത് ന്യൂട്ടൻ്റെ പേരായിരിക്കും. പറയരുത്, തെറ്റുത്തരമാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. അടുത്ത പോകുന്നത് ചലന നിയമങ്ങളിലേക്ക്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച് വെച്ചിരിക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്ടനാണ്, അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. എത്ര നിയമങ്ങളുണ്ടെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. ന്യൂട്ടൻ 3 ചലന നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂട്ടൻ 3 ചലന നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ന്യൂട്ടൻ 1-ാം ചലന നിയമത്തിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ പോകുന്നു 1-ാം ചലന നിയമത്തിലേക്ക്. ന്യൂട്ടൻ പറഞ്ഞു വച്ചിരിക്കുന്നത് അസന്തുലിതമായ ഒരു ബാഹ്യബലം ഉണ്ടാകുന്നതുവരെ ഒരു വസ്തു അതിൻ്റെ നിശ്ചല അവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുമെന്നാണ്. ന്യൂട്ടൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
പുറത്തു നിന്ന് ഒരു ബലം അനുഭവപ്പെടുന്നത് വരെ നിശ്ചല അവസ്ഥയിലുള്ള വസ്തുവാണെങ്കിൽ ആയുഷ്കാലം മൊത്തം അത് നിശ്ചല അവസ്ഥയിൽ തന്നെ തുടരും. നേരെ മറിച്ച് ചലനാവസ്ഥയിലുള്ളൊരു വസ്തുവാണെങ്കിൽ പുറത്തു നിന്ന് ഒരു ബലം അനുഭവപ്പെടുന്നത് വരെ അത് ചലനാവസ്ഥയിൽ തന്നെ തുടരും. ഇവിടെ ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലേക്ക് മാറും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായു എന്ന് പറഞ്ഞതിൻ്റെ ബലം നേരെ എതിർ ദിശയിൽ അനുഭവപ്പെടുന്നതുകൊണ്ട്. ശൂന്യാകാശത്ത് പോയി ഞാനൊരു കല്ലെടുത്ത് മുന്നോട്ട് എറിയുകയാണെങ്കിൽ പുറത്തു നിന്ന് ഒരു ബലം അനുഭവപ്പെടുന്നത് വരെ അത് മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്നു. ഒന്നാം ചലന നിയമമായി. ജഡത്വത്തെക്കുറിച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ജഡത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം ചലന നിയമമാണ്. കൂടുതൽ പോയിന്റുകളൊന്നും തന്നെ എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ നിയമം എഴുതിയ ശേഷം എത്രാം ചലന നിയമമാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം ചലന നിയമം. ജഡത്വം, ഇനേർഷ്യ, തൊട്ടു മുമ്പ് പഠിച്ച കാര്യം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചലന നിയമം ഏതാണെന്ന് വെച്ചാൽ അത് ഒന്നാം ചലന നിയമമാണ്. നമ്മൾ പോകുന്നത് രണ്ടാം ചലന നിയമത്തിലേക്ക്. ന്യൂട്ടൻ രണ്ടാം ചലന നിയമത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ആക്കം, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് ആക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ നിരക്ക്, റേറ്റ് അല്ലെങ്കിൽ നിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും സമയം വെച്ച് ഹരിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തിന് നേർ ആനുപാതികം അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുല്യമെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്നതാണ് ന്യൂട്ടൻ രണ്ടാം ചലന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. പ്രവേഗത്തിന് നിരക്ക് പറഞ്ഞു, അത് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണെന്ന്. ഇതാണ് ന്യൂട്ടൻ. ഫോഴ്സ് എന്ന് പറയുന്നത് പിണ്ഡത്തിൻ്റെയും ത്വരണത്തിൻ്റെയും ഗുണനഫലമാണെന്നാണ് ന്യൂട്ടൻ രണ്ടാം ചലന നിയമത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ബലത്തിൻ്റെ മൂല്യം തരുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും രണ്ടാം ചലന നിയമമാണ്. ജഡത്വത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒന്നാം ചലന നിയമം. ബലത്തിൻ്റെ മൂല്യം തരുന്ന ചലന നിയമം ഏതാണെന്ന് വെച്ചാൽ അത് രണ്ടാം ചലന നിയമം. അടുത്ത പോകുന്നത് മൂന്നാം ചലന നിയമത്തിലേക്ക്. പഠിക്കുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമാണ്. വളരെ എളുപ്പമുള്ള കാര്യമാണ് ന്യൂട്ടൻ മൂന്നാം ചലന നിയമത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഞാനൊരു ഇടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതേ അളവിൽ തന്നെ നേർ വിപരീത ദിശയിൽ എനിക്കൊരു ബലം അനുഭവപ്പെടുന്നു പറയുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഉണ്ടാകും ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്ന് ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമത്തിന് ഉദാഹരണമാണെന്ന് ചോദിക്കാറുണ്ട്. ഒന്നാം ചലന നിയമത്തിനും രണ്ടാം ചലന നിയമത്തിനും നമുക്ക് ഉദാഹരണം പറയാൻ സാധിക്കാറില്ല. മൂന്നാം ചലന നിയമത്തിന് മാത്രമാണ് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കാറുള്ളത്. കുറേ ഉദാഹരണങ്ങളൊന്നുമില്ല. റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത്, റോക്കറ്റ് താഴേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു, അതുകൊണ്ട് റോക്കറ്റ് നേരെ മുകളിലേക്ക് പോകാൻ സാധിക്കും. വെടിവെക്കുമ്പോൾ തോക്ക് പുറകോട്ട് പോകുന്നത്. ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുക, വെടിയുണ്ട പോകുന്നത് നേരെ മുമ്പോട്ടാണെങ്കിൽ അതേ ബലത്തിൽ തന്നെ നമ്മൾ പിടിച്ചിരുന്ന ഡയറക്ഷനിലേക്ക് തോക്ക് പുറകോട്ട് പോകും. ഇതും ഏതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. കൂടാതെ ഒരു ഉദാഹരണം കൂടി കയ്യിലേക്ക് വരുന്നു. നീന്തുന്ന ആൾ, സ്വിം ചെയ്യുന്ന ആൾ മുന്നോട്ട് പോകുന്നത്. വെള്ളത്തിലേക്ക് പുറകോട്ടാണ് അയാൾ ബലം കൊടുക്കുന്നത്, പക്ഷേ വെള്ളം അയാളെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നേരെ വിപരീത ദിശയിലേക്ക് അതേ ബലത്തിൽ തന്നെ തള്ളുന്നു. നീന്തുന്ന ആൾ മുന്നോട്ട് പോകാൻ കാരണമായ ചലന നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും മൂന്നാം ചലന നിയമം. ഓർമ്മിപ്പിക്കുന്നു, ഒന്നാം ചലന നിയമത്തിനും രണ്ടാം ചലന നിയമത്തിനും ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കില്ല. ഉദാഹരണം പറയാൻ സാധിക്കുന്നത് മൂന്നാം ചലന നിയമത്തിന് മാത്രം. ഇത്രയുമാണ് നമ്മുടെ ചലനം എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്. വ്യത്യസ്ത തരം ചലനങ്ങൾ നമ്മൾ കണ്ടു. ദൂരം, വേഗത, പ്രവേഗം എന്താണെന്ന് കണ്ടു. അതിനുശേഷം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരൊറ്റ സെക്ഷനായിട്ട് ഒരു സിംഗിൾ ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടതാണ് ഇത്രയും ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. മാർക്ക് ഉറപ്പായ സെക്ഷൻ.